ഫ്രണ്ട്സ് വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ബെസ്റ്റ് AC ടു ബൈ ഇൻ 2026. അതായത് നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല, ഓൾമോസ്റ്റ് മാർച്ച് ആയി. അപ്പോൾ നല്ല ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുമ്പൊക്കെ നമുക്ക് അത്യാവശ്യം കാലത്തൊക്കെ മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ചൂടിന് വലിയ കുറവൊന്നും തോന്നില്ല. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ ആകുമ്പോൾ നല്ല ചൂട് വരാറുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു 30-ൻ്റെയും 45-ൻ്റെയും ഇടയിലുള്ള നല്ല AC-കളുടെ കാര്യം പറയാൻ പോകുന്നത്. അതും 5 സ്റ്റാർ AC-കളും 3 സ്റ്റാർ AC-കളും 1 ടൺ AC-കളും 1.5 ടൺ AC-ൻ്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഓഫ്ലൈൻ മോഡലുകളല്ല, ഓൺലൈൻ മോഡലുകളാണ്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ കടയിൽ വരുന്ന മോഡലിലും ഓൺലൈൻ വരുന്ന മോഡലിലും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും വരുന്ന മോഡലിനെ കുറിച്ചാണ്. അപ്പോൾ ഞാനൊക്കെ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ത്രൂ ആണ് മാത്രം വാങ്ങിക്കാറുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് നല്ല ഡീലും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റും കിട്ടും. അപ്പോൾ ഈ കടക്കാരിൽ മിക്ക പ്രശ്നങ്ങളും വരുന്ന അവർ പഴയ സ്റ്റോക്ക് തലയിൽ കെട്ടി വയ്ക്കുന്ന പരിപാടിയാണ് മെയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ മോഡൽ നമ്പർ തപ്പിയിട്ട് നമുക്ക് ഇതിൻ്റെ ഈ മാനുഫാക്ചറിംഗ് ഡേറ്റ് അല്ലെങ്കിൽ ഏത് കൊല്ലത്തെ മോഡലാണെന്ന് പറയാൻ ഭയങ്കര പാടാണ്. നമുക്ക് അതിൻ്റെ പെട്ടിങ് കാര്യങ്ങളൊക്കെ അറിയണം. അപ്പോൾ നമ്മൾ കട പോയിട്ട് അവർ പെട്ടികളും കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാർഡ് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ്ലി ആമസോണിൽ തന്നെ കാണാൻ പറ്റില്ല. അവിടെ ആമസോണിലായിക്കോട്ടെ ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ. ഇപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ആമസോണായിട്ടും കുറച്ചുകൂടി എന്താ പറയുക ഓഫർ കൂടുതൽ ഫ്ലിപ്കാർട്ടിലാണ്. നമ്മൾ ആക്ച്വലി 3 ബ്രാൻഡുകളുടെ കാര്യം മെയിനായിട്ട് പറയാൻ പോകുന്നത്. അതല്ലാണ്ട് ബാക്കിയുള്ള ബ്രാൻഡുകൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ 3 ബ്രാൻഡുകൾ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കി കഴിഞ്ഞാൽ പണ്ട് തൊട്ട് നമ്മളിതിൻ്റെ അൺബോക്സിങ്ങും സംഭവമൊക്കെ ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ അതിൽ ഒരെണ്ണം പാനസോണിക്കിൻ്റെ ഒരു 1 ഇയർ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ പോയി കണ്ടു കേട്ടോ. പാനസോണിക് സ്മാർട്ട് AC 1.5 ടണ്ണിൻ്റെ ഹോട്ട് ആൻഡ് കൂൾ മോഡലാണ്. അതായത് കുറച്ച് പ്രീമിയം മോഡലാണ്. 45 രൂപ റേഞ്ചിലൊക്കെ വരുന്ന മോഡലായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ എൻ്റെ പേര് അജയ്. ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് ആണ്. നമ്മൾ ടെക് ലിവ് അനലിസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആക്ച്വലി വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ DJI Nano എന്ന് പറഞ്ഞാൽ കുട്ടി ക്യാമറയിലാണ്. നമ്മളതിൻ്റെ വീഡിയോ വഴിയെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു 30,000 റേഞ്ചിൽ നിങ്ങൾക്ക് ഒരു കിടിലൻ കുട്ടി ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് സാധനം കണ്ടു. ഇതിൻ്റെ ഡോക്ക് നമുക്ക് എടുക്കാൻ പറ്റും. നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടു, നിങ്ങൾക്ക് ഇപ്പോൾ എന്നതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഡോക്ക് നമുക്ക് ഊരിയിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി കണ്ടറിയാം. നിങ്ങൾ ആക്ച്വലി ഒരു വീഡിയോ പർപ്പസിന് ഒരു ക്യാമറ നോക്കുന്നുണ്ടെങ്കിൽ ഈ DJIൻ്റെ ആക്ഷൻ 4 5 6 അല്ലെങ്കിൽ DJI Nano ഒക്കെ നിങ്ങൾ വാങ്ങിച്ചാൽ മതിയില്ല. വെറുതെ ഐഫോണൊന്നും പോയിട്ട് 60,000 60,000 കൊടുത്തൊരു ഐഫോൺ വാങ്ങിക്കരുത്. അൺലെസ് യു ഹാവ് ഫോൺ യൂസ് ഓൾസോ. അതായത് ഫോണും കൂടി യൂസ് ഉണ്ടെങ്കിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐഫോൺ കൂടെ വാങ്ങിക്കാം. എന്ന് വെച്ചാൽ ഫോണായിട്ടും ക്യാമറ ആയിട്ട് ഉപയോഗിക്കാമല്ലോ. അല്ലാത്ത പക്ഷം കുറേ പേര് ഇതുപോലെ ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇത് ഞാൻ വെച്ചേക്കുന്നത് റേബാൻ്റെ മെറ്റാ ഗ്ലാസ് ആണ് Gen 2. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിട്ടപ്പോൾ തന്നെ നമുക്ക് കുറേ പേര് ചോദിക്കുന്നത് ഇത് ആക്ച്വലി നമുക്ക് ഈ ആക്ഷൻ ക്യാമറയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റില്ല കേട്ടോ. ഇത് ഒന്നാമത് ഇത് ഇൻസ്റ്റാഗ്രാം എന്താ പറയുക പോർട്രേറ്റ് മോഡിൽ മാത്രമേ സാധനത്തിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് വൺ ഓഫ് ദ ഡ്രോബാക്സ് ആണ് സാധനത്തിൻ്റെ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ മെറ്റയും റേബാനും കൂടി ഇറങ്ങുന്നത്. അപ്പോൾ അവർക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള വീഡിയോ എന്താ പറയുക ആപ്പും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു ഓഫ് കോഴ്സ് ഇൻസ്റ്റാഗ്രാമിൻ്റെ മോഡലിലാണ് ഇറക്കുന്നത്. നമുക്ക് ഡയറക്റ്റ്ലി ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. വാട്സപ്പ് ആയിക്കോട്ടെ. പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. ഞാൻ ആക്ച്വലി മെയിനായിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ കോളിംഗ് പർപ്പസിനാണ്. ഞാൻ ഇയർഫോൺ ഉപയോഗിക്കാറില്ല. എനിക്ക് ഇയർഫോൺ തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇതിൻ്റെ കോളിംഗ് ക്വാളിറ്റി കിടലാണ്. എന്തായാലും നമുക്ക് വഴിയ റിവ്യൂവിൽ പറയാം. പിന്നെ ഞാനിപ്പോൾ ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഒരു LED ഉണ്ട്. അത് കാണാണ്ടിരിക്കാനുള്ള ഒരു പരിപാടി ഇപ്പോൾ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്കിപ്പോൾ ഈ സാധനം മറച്ച് വയ്ക്കാൻ പറ്റുന്ന ഒരു സ്റ്റിക്കർ പോലത്തെ സാധനം കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് വഴി ചാനലിലേക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് പാനസോണിക്, അതുപോലെ തന്നെ ഡൈക്കിൻ, അതുപോലെ തന്നെ LG. ഈ 3 ബ്രാൻഡുകളാണ് ടോപ്പിൽ നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത് ഹോം പർപ്പസിൽ സെല്ലാവുന്നത് പാനസോണിക്കാണ്. ഹോം പർപ്പസിലാണ് കേട്ടോ. ഫുള്ളി ഗ്ലോബലി അല്ല പറയുന്നത്. എന്താ വെച്ചാൽ ഈ ഗ്ലോബലി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വോൾട്ടാസും സംഭവമൊക്കെ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ ഈ എന്താ പറയുക കമ്പനീസിനും കാര്യമൊക്കെ ആയിട്ട് ടൈപ്പും കമ്പനീസും കോളേജുകളും അങ്ങനത്തെ സംഭവത്തിലേക്ക് കുറേ ഈ കമേഴ്ഷ്യൽ പർപ്പസുകൾ ഇഷ്ടം പോലെ അവർക്ക് ബ്രാൻഡ് ഇന്ത്യൻ ബ്രാൻഡ് എന്നുള്ള പേരിൽ കുറേ കിട്ടുന്നുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. ഇത് ഹോം മാത്രമായിട്ടുള്ള പർപ്പസിലുള്ള സെയിൽസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ പാനസോണിക് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ നോയിഡയിലാണെന്നുണ്ട് അവരുടെ വലിയൊരു പ്ലാന്റ് ഉണ്ട്. അവിടേക്കാണ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇമ്പോർട്ടിങ് കാര്യങ്ങളൊന്നുമല്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്കൊരു 1 ടൺ ആയാലും 1.5 ടൺ ആയാലും അത്യാവശ്യം നല്ല ഫാസ്റ്റ് കൂളിംഗ് തരുന്നൊരു മോഡലാണ് പാനസോണിക്. പിന്നെ നമുക്ക് സ്മാർട്ട് AC മോഡൽസും അത്യാവശ്യം നല്ല ബഡ്ജറ്റ് റേറ്റിൽ കാറ്റഗറിയിൽ കിട്ടും. ഡിഫറെൻറ്റ് മോഡൽസുകളുണ്ട്. ഞാൻ എന്തായാലും അത് ടാഗ് ചെയ്യാം. ഫ്ലിപ്കാർട്ട് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ ആമസോണിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ ഉള്ളത് ഡൈക്കിനാണ്. ഡൈക്കിൻ നിങ്ങൾക്ക് സ്മാർട്ട് AC ഇപ്പോൾ അത്യാവശ്യം ഒരു പ്രൈസ് കുറച്ചിട്ടുണ്ട്. കുറച്ച് കാലം മുമ്പ് വരെ 40ൻ്റെ മുകളിൽ കഴിഞ്ഞാൽ അവർക്ക് സ്മാർട്ട് AC കിട്ടുന്നുണ്ടെന്നുള്ളൂ. അപ്പോൾ പക്ഷേ കുറച്ചിട്ടുണ്ട്. ഡൈക്കിനും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡ് തന്നെയാണ്. സർവീസ് വഴി ആയിക്കോട്ടെ. പാനസോണിക്കിൻ്റെ സർവീസ് അത്യാവശ്യം നല്ല തന്നെയാണ് കേട്ടോ. ഇതിൽ ടോപ്പ് സർവീസ് എന്ന് പറയുമ്പോൾ വരുന്ന സർവീസ് ക്വാളിറ്റി കുറച്ചുകൂടി നല്ലത് ഡൈക്കിനും LG ആണ്. കമ്പാരിറ്റീവ്ലി പാനസോണിക് ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ലൈറ്റ്ലി LGൻ്റെ കാര്യം പറയുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ LGക്ക്
പാർട്സിന്റെ വാല്യൂ ബ്രാൻഡ് അതിന്റെ പാർട്സ് ഉണ്ടല്ലോ, എന്തെങ്കിലും കംപ്ലൈന്റ് കാരണമൊക്കെ വന്നു, വാറന്റി കഴിഞ്ഞൊരു കംപ്ലൈന്റ് കാരണമൊക്കെ വന്നു കഴിഞ്ഞാൽ പാർട്സിന്റെ വില കുറവാണ് കമ്പാരിറ്റീവ്ലി ഡൈക്കിൻ ആൻഡ് പാനസോണിക്. അങ്ങനെ ഒരു ഗുണമുണ്ട് എൽ ജിക്ക്. സർവീസ് സ്ലൈറ്റ് ചേഞ്ചസ് മാത്രമേ ഉള്ളൂ, വലിയ ഡിഫറൻസ് കാര്യമൊന്നുമില്ല. ഇപ്പം എൻ്റെ എ സിക്കൊന്നും ഇതുമായിട്ട് ഞാൻ സർവീസ് ചെയ്യേണ്ട വന്നിട്ടില്ല, കംപ്ലൈൻസും കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ ഓൾറെഡി 3 പാനസോണിക്കിൻ്റെ എ സി ഉണ്ട്, ഡൈക്കിനുണ്ട്. എൽ ജി ഇപ്പോൾ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ മാറ്റി. പിന്നെ ഓഫീസിലൊക്കെ എൽ ജി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കംപ്ലൈൻറ്റ്സ് കമ്പാരിറ്റീവ്ലി ചെയ്ത് ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നിങ്ങളിപ്പോൾ ഇതിൽ മെയിനായിട്ട് എ സി കംപ്ലൈൻറ്റ് വരുന്നത് നമ്മുടെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ കാരണം. അപ്പോൾ എന്തായാലും എന്ത് എ സി വാങ്ങിച്ചു വെച്ചാലും, ഇപ്പോൾ മിസ്തുബിഷി വാങ്ങിച്ചു വെച്ചാലും ജനറൽ വാങ്ങിച്ചു വെച്ചാലും നമ്മുടെ എന്താ പറയുക വോൾട്ടേജ് എന്താ പറയുക സ്റ്റെബിലൈസർ മസ്റ്റാണ് കേട്ടോ. കടക്കാരെ സ്റ്റെബിലൈസർ വേണമെന്നൊക്കെ പറയും, ബ്രാൻഡും പറയും. പക്ഷേ വോൾട്ടേജ് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ വന്നാൽ ബോർഡാണ് അടിച്ചു പോകും. ബോർഡ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ ശരിയാക്കുകയാണെങ്കിൽ 70% കാശ് ഇറക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടും സ്റ്റെബിലൈസർ വാങ്ങിച്ചു വയ്ക്കുക, ഏത് ബ്രാൻഡ് വാങ്ങിച്ചു വെച്ചാലും കേട്ടോ. അപ്പോൾ ഈ 3 നിങ്ങൾക്ക് ധൈര്യമായിട്ട് സെലക്ട് ചെയ്യാം. ഈ 3 തന്നെ നല്ല ബ്രാൻഡുകൾ, അതായത് 1.5 ടണ്ണും 110ൻ്റെയും മേസ് ഞാൻ ടാഗ് ചെയ്യുന്നുണ്ട്, ആരെങ്കിലും ഇൻട്രസ്റ്റിനെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുമ്പോൾ നോക്കാവുന്ന ബ്രാൻഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോയിഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത, നമ്മുടെ ഹാവൽസിൻ്റെ ആണ് ലോയിഡ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബഡ്ജറ്റ് കാറ്റഗറി വരും നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു ബ്രാൻഡാണ് ലോയിഡ് കേട്ടോ. പിന്നെ നമുക്ക് സാംസങ്ങിൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന എ സിയും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത അവരുടെ മോഡും കാര്യങ്ങളൊക്കെ വരുന്ന എ സി. നമ്മുടെ പാനസോണിക്കിലും ഉണ്ട് ഈ മോഡൊക്കെ, നമുക്ക് ആപ്പിൽ കൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വേറെ നമ്മൾ ഇതിനെക്കുറിച്ച് ഫുൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയത് കേട്ടോ. സാംസങ്ങിൻ്റെയും ഇപ്പോൾ ലേറ്റസ്റ്റ് വന്ന മോഡൽ ഞാൻ അതും ടാഗ് ചെയ്യാം, അതും അത്യാവശ്യം നല്ല മോഡൽ തന്നെയാണ് കേട്ടോ. കംപ്ലയിൻസും കുറവാണ്, അത്യാവശ്യം നല്ല പെർഫോമൻസും തരുന്നുണ്ട്. ഇപ്പം ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ എൽ ജിക്ക് മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എൽ ജിക്ക് കൂളിംഗ് കപ്പാസിറ്റി കുറവാണ്. അതായത് അവരെ 1 ടൺ എന്ന് പറഞ്ഞാൽ അവർക്ക് 1 ടൺ ഭയങ്കര കുറവായിരിക്കും, അല്ലെങ്കിൽ 1.5 ടൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 1.2 ടണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കൂൾ ചെയ്യാൻ കുറച്ചുകൂടി ടൈം എടുക്കും കമ്പാരിറ്റീവ്ലി ഡൈക്കിൻ ആൻഡ് പാനസോണിക്. അതാണ് മെയിൻ എൽ ജിയുടെ പ്രശ്നം. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, എനർജി കൺസപ്ഷൻ ആയാലും ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ എല്ലാത്തിനും സ്മാർട്ട് എ സി ആണെങ്കിൽ ആപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അത് കൂടെ നോക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ പാനസോണിക് നമ്മൾ റിവ്യൂ ചെയ്യാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞത് പാനസോണിക്കിൻ്റെ സാംസങ്ങിൻ്റെയും ഹാവൽസിൻ്റെയും കാര്യമാണ്. പിന്നെ വോൾട്ടാസ് നിങ്ങൾക്ക് എടുക്കാം നല്ല പ്രൈസിന് കിട്ടുകയാണെങ്കിൽ. ഇപ്പോൾ എന്താ പറയുക 1.5 ടണ്ണൊക്കെ നിങ്ങൾക്ക് ഒരു 33-32 രൂപയ്ക്കൊക്കെ കിട്ടുകയാണെങ്കിൽ 1.5 ടൺ അല്ലെങ്കിൽ 1 ടൺ 30ൻ്റെ താഴെയൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് വോൾട്ടാസ് എടുക്കാം. അത് സർവീസ് കുറച്ച് മോശം, നിങ്ങൾക്ക് അറിയാലോ ടാറ്റയുടെ മെയിൻ പ്രോബ്ലം സർവീസാണ്, അത് അവരുടെ എല്ലാ പ്രൊഡക്ട്സിനും ഉണ്ട് ആവശ്യം. അപ്പോൾ അങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. പിന്നെ ഉള്ളത് ഏതാ IFB ഒന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. IFB പണ്ടത്തെ IFB എന്നല്ല, ഇപ്പോൾ പുതിയ IFB ആണത്. പണ്ടത്തെ ക്വാളിറ്റി ഒന്നും ഇപ്പോഴത്തെ IFB ഇല്ല. കട പോയി കഴിഞ്ഞാൽ അവർ IFB വാങ്ങാന്നൊക്കെ പറഞ്ഞ് വിടും, എന്നുവെച്ചാൽ കമ്മീഷൻ കൂടുതലാണ്, വേറെ ഒന്നല്ല. പിന്നെ ബ്രാൻഡുകൾ ഏതൊക്കെയാണ് ഞാൻ മറന്നു. പിന്നെ ഉള്ളത് പിന്നെ കുറേ ലോക്കൽ ബ്രാൻഡ് ഉണ്ട്, മിത്താഷി ആ സാധനം ഒന്നും എടുക്കരുത് കേട്ടോ. അതൊന്നും വില കുറവ് നോക്കിയിട്ട് നിങ്ങൾ അത്യാവശ്യം ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്, മാർക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം ഒന്നും എടുക്കണ്ട. ആ വില പോയി നിങ്ങൾക്ക് കറണ്ട് ബില്ല് വരുമ്പോൾ വില വരും. പിന്നെ ഗോദ്രേജ് കൊടുക്കണ്ട, ഗോദ്രേജ് പണ്ടത്തെ ഗോദ്രേജ് ഒന്നുമല്ല, ഭയങ്കര കംപ്ലൈൻറ്റാണ് ഗോദ്രേജിന് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എസികൾക്ക്. പിന്നെ വില കുറവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വോൾട്ടാസ് ആണ്. ഇപ്പോൾ കണ്ടില്ലേ ഗോദ്രേജിൻ്റെ ഒക്കെ 1.5 ടണ്ണ് 3 സ്റ്റാർ 5-in-1 എ സിക്കൊക്കെ നമുക്ക് 28 രൂപയ്ക്കൊക്കെ കിട്ടുന്നത്. അതും എക്സ്ട്രാ കൂപ്പണും ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. 25 രൂപയ്ക്കൊക്കെയാണ് ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നത് ഗോദ്രേജ്. നിങ്ങൾക്ക് ആ പ്രൈസിലൊക്കെ നമ്മുടെ വോൾട്ടാസ് കിട്ടുകയാണെങ്കിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. പിന്നെ ഹയറും അങ്ങനെ റെക്കമെൻഡ് അല്ല, പക്ഷേ നമ്മുടെ ഈ ഗോദ്രേജിനായിട്ടും നല്ലതാണ്. ഹയർ ചൈനീസ് ബ്രാൻഡാണ്. കംപ്ലയിൻസ് ഉണ്ട് ഹയറിന്, TV ആയിക്കോട്ടെ. ഇപ്പോൾ പക്ഷേ കുറച്ചും കൂടി ഇമ്പ്രൂവ്ഡ് ആണ്, പണ്ടത്തെ കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് ആണ്. പിന്നെ സാംസങ്ങിൻ്റെ ഞാൻ പറഞ്ഞല്ലോ 2025 മോഡലുണ്ട്, ബീസ്പോക്ക് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എൽ ജിയുടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. മോട്ടറോള അതൊന്നും എടുക്കരുത് കേട്ടോ, അതൊക്കെ വെറുതെ തേർഡ് പാർട്ടി സാധനം ചെയ്തിട്ട് ജസ്റ്റ് ബ്രാൻഡ് ചെയ്തിട്ട് റീബ്രാൻഡ് ചെയ്തിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ബ്ലൂ സ്റ്റാർ ഉണ്ട്, ബ്ലൂ സ്റ്റാറും ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. അതും നിങ്ങൾക്ക് ഇതുപോലെ ബഡ്ജറ്റ് കാറ്റഗറിയിൽ 35 രൂപ റേഞ്ചിലൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ബ്ലൂ സ്റ്റാർ എടുക്കാം. സർവീസ് ശോകം തന്നെയാണ് നമുക്ക്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ബ്ലൂ സ്റ്റാറിൻ്റെ എയർ പ്യൂരിഫയർ ഉപയോഗിക്കുന്നുണ്ട്. സർവീസ് സാധനം കിട്ടാനില്ല. അതിനായിട്ടും രണ്ടും സെപ്പറേറ്റ് ആണ്, AC യുടെ സർവീസും ഇതിൻ്റെ സർവീസും സെപ്പറേറ്റ് ആണ്. പക്ഷേ അവർ പ്രൊഡക്റ്റ് ഇറക്കുമ്പോൾ എല്ലാത്തിനും സർവീസ് ഇറക്കണ്ടേ, അപ്പോൾ തന്നെ അവരൊരു ക്വാളിറ്റി അറിയാലോ. AC യുടെ സർവീസ് പിന്നെ ഭേദമാണ് അതിനായിട്ടും, പക്ഷേ എന്നാലും നോട്ട് റെക്കമെൻഡ് ആണല്ലോ. പ്രൈസ് ഭയങ്കര കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ മാത്രം കേട്ടോ. 1 ഡേ ഡെലിവറി ഒക്കെ ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ ബ്ലൂ സ്റ്റാറിന്. പിന്നെ എന്നിട്ട് LG പാനസോണിക് ഒക്കെ നമ്മൾ പറഞ്ഞു. കാരിയറും നല്ല ഞാൻ പറയാൻ പറഞ്ഞു, ബഡ്ജറ്റ് കാറ്റഗറിയിൽ നോക്കുന്നുണ്ടെങ്കിൽ കാരിയർ എടുക്കാം കേട്ടോ. കാരിയർ അമേരിക്കൻ ബ്രാൻഡാണ്. കാരിയർ നല്ല പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. സാംസങ് കാരിയറൊക്കെ നിങ്ങൾക്ക് എടുക്കാം. കാരിയറും നല്ല മോഡൽ തന്നെയാണ് കേട്ടോ. സർവീസും ഒരു ആവറേജ് തന്നെ പറയുള്ളൂ, പക്ഷേ സാധനം കംപ്ലയിൻസ് ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാരിയർ എടുക്കാം. 2026 മോഡലൊക്കെ ഉണ്ട്. 1.5 ടണ്ണിൻ്റെ 3 സ്റ്റാർ 33 രൂപയ്ക്കൊക്കെ ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്. കണ്ണുമൂട്ടി എടുക്കാത്ത റേഞ്ചിലൊക്കെ. ഈ റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ കിട്ടാൻ ചാൻസ് കുറവാണ്. അതും 2026 മോഡലൊക്കെ. അതും ICICI ബാങ്കൊക്കെ ഉണ്ടെങ്കിൽ 5000 രൂപ എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് ഈ 30ൻ്റെ താഴെ പോകും.
നല്ല ഡീലുണ്ട് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ. കമ്പാരിറ്റീവ്ലി ആമസോൺ വെച്ച് നോക്കുമ്പോൾ നല്ല ഡീലുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. ഫ്ലിപ്കാർട്ടിലാണ് ഡീല് കൂടുതൽ. എന്തുകൊണ്ടാ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോ എടുത്ത് വയ്ക്കുക. ഓപ്പൺ ബോക്സ് ആണല്ലോ, കംപ്ലയിൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ച്. എന്തായാലും AC നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഡെൻസോ ഫുള്ളി ചെക്ക് ചെയ്തിട്ട് മാത്രം പിന്ന് കൊടുത്താൽ മതി. ഫുൾ അൺബോക്സ് ചെയ്തിട്ട് മാത്രം പിന്ന് കൊടുത്താൽ മതി. അവർ പെട്ടെന്ന് മാങ്ങ തരാൻ വേഗം പിൻ തരാനൊക്കെ പറയും. ഇത് വളരെ ഉടായ്പൻ്റെ പ്രശ്നം ഇതാണ്. ഈ ഓപ്പൺ ബോക്സ് ചെയ്തിട്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മമാരോട് അല്ലാണ്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ ഭയങ്കര ഷോക്കാണ്. ഇത് ഓപ്പൺ ബോക്സ് കൂടി ഉണ്ടെങ്കിൽ പിന്നെ ഒന്നുകൂടി അവർ ടൈറ്റ് ആവും. അപ്പോൾ ഓപ്പൺ ബോക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫിസിക്കൽ ഡാമേജ് ഉണ്ടോ, AC പ്രത്യേകിച്ച് ഫുള്ളി ചെക്ക് ചെയ്തിട്ട് മാത്രം കൊടുത്താൽ മതി. എന്താ വെച്ചാൽ ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും അക്സെപ്റ്റ് ചെയ്യേണ്ട, റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാം കൗണ്ടർ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത കാണാം.